ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ, അതായത് തീരെ നമ്മൾ മണി സ്പെൻഡ് ചെയ്യാതെ തന്നെ വളരെ കുറച്ച് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വൻ തുക ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് വലിയ തുക ഇല്ലാതെ തന്നെ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ട് മെത്തേഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ തുടങ്ങാൻ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട്, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ട്, ഒരു പരിചയ സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ആ സ്കില്ലിനെ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും. വീഡിയോ കോഴ്സുകൾ, ക്ലാസ്സുകളെല്ലാം ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഒരുപാട് പേര് അവർ ജസ്റ്റ് ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അവർക്ക് ധാരാളം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സ്കില്ല് നമുക്ക് ഉള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ സ്കില്ലിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് ഏറ്റവും എളുപ്പത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിപ്പെടാനുള്ള അവസരമുണ്ട്. ഇന്ന് സീറോ കോസ്റ്റിൽ അധിക സമയം നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പലപ്പോഴും ആളുകൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിയണില്ല. അവരിങ്ങനെ പേടിച്ചിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ചിലരെങ്കിലും പറഞ്ഞു കേട്ടേക്കണ ഒരു സംഗതിയാണ്, ബാഡ് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്നും താങ്ങാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യട്ടെ, ഇപ്പോൾ സോഷ്യൽ മീഡിയക്ക് പുറത്ത് ചെയ്യട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെറുതായിട്ട് വളർച്ച വരാൻ നേരത്ത് നെഗറ്റീവ് കമൻറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളെ പറ്റിയുള്ള നെഗറ്റിവിറ്റി ഒന്ന് പരക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അത് അങ്ങനെയാണ്. അത് എവിടെ ബിസിനസ് തുടങ്ങിയാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് സക്സസ് ആവണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും, ഈ നെഗറ്റിവിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും കാലം കടന്നു പോകും, സമയം കടന്നു പോകും. നിങ്ങൾ തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും സമയം കടന്നു പോകും. 1 വർഷം അത് കടന്നു പോകും, 2 വർഷം അത് കടന്നു പോകും. ഇങ്ങനെ കാലം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു റിസ്ക് എടുത്ത് ആ ബിസിനസ് അങ്ങ് ഇറങ്ങി തിരിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞത് സീറോ കോസ്റ്റിൽ അധിക സമയം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ടാലൻറ്റിനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രസൻറ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റോ എന്തെങ്കിലും ആക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കും. വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ധാരാളം പേര് അത് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഡിജിറ്റൽ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചോളണമെന്നില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സോഷ്യൽ മീഡിയ ഫിസിക്കൽ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇപ്പോൾ വേനൽക്കാലമൊക്കെ വരാൻ പോകുന്നുണ്ട്, സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ എന്തെങ്കിലുമൊക്കെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കാം. നിങ്ങളുടെ ഐഡിയ എന്താണോ ആ ഐഡിയ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലൂടെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഐഡിയ എന്താവട്ടെ അത് കംപ്ലീറ്റ് പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആ ആൻറ്റർപ്രണോറിയൽ ജേണി കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു കൊടുക്കുക. എൻ്റെ ആശയം ഇന്നതാണ്, ഞാൻ ഡേ 1 ഞാൻ ഇന്നത് ചെയ്യുന്നു, ഡേ 2 ഞാൻ ഇന്നത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ ഇന്നത് ചെയ്യുന്നു, ഈ ആഴ്ച ഞാൻ ഇന്നത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ സ്റ്റോറി ഉണ്ടല്ലോ, നിങ്ങളുടെ ആ സംരംഭകത്വത്തിൻ്റെ ആ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജേണി ആയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിനോട് ഒരു ഇത് തോന്നുന്ന വലിയ വിഭാഗം വ്യൂവേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അവർ നാളെ നിങ്ങളുടെ കസ്റ്റമറായിട്ട് മാറും. അത് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ കാശ് വേണമല്ലോ. നമുക്ക് ഈ ഫിസിക്കൽ പ്രൊഡക്റ്റാണ്, ഞാൻ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ കാശ് വേണം. വേറൊരു സ്ഥലത്തു നിന്ന് നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കണമെങ്കിൽ കാശ് വേണം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ്. ഇങ്ങനെ ടൈം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ, ഞാൻ തന്നെ ഇട്ട പേരാണ്, സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു ക്രൗഡ് ഫണ്ടിങ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആശയം പ്രസൻറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയാം, എൻ്റെ ഐഡിയ ഇതാണ്, സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണ് എൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ സോഷ്യലി കൺസേൺ ആയിട്ടുള്ളൊരു സംരംഭകനാണ് നിങ്ങളെന്ന് അതിൽ നിന്ന് നിങ്ങളുടെ വ്യൂവേഴ്സിന് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളിത് പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ അതിൻ്റെ ഒരു ഡെമോ മാത്രം എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് മാത്രമേ ഉള്ളൂവെങ്കിലും പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ കാശ് വേണമെന്ന് വിചാരിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ സ്റ്റോറി പറയുക, പ്രീ ഓർഡർ തരാൻ പറയുക, നിങ്ങളുടെ വ്യൂവേഴ്സിനോട് പ്രീ ഓർഡർ തരാൻ പറയുക. അതായത് അവരുടെ പേയ്മെൻറ്റ് കളക്റ്റീവ്ലി കിട്ടിയാൽ മാത്രമാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മളുടെ ഓൺ മണി എടുത്തിട്ടല്ല നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതേ സമയത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാകില്ല. അപ്പോൾ കളക്റ്റീവ്ലി നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് പ്രീ ഓർഡർ സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപ വേണം പ്രൊഡക്ഷൻ നടത്താമെന്ന് വിചാരിക്കുക. ഈ 1 ലക്ഷം രൂപ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്ന് സോഷ്യൽ മീഡിയ വഴി തന്നെ നിങ്ങൾ പിരിച്ചെടുക്കുക. എന്നിട്ട് അവരുടെ അടുത്തൊരു ഡേറ്റ് കൊടുക്കുക. അടുത്ത മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഞങ്ങൾ കൊറിയർ അയച്ചു തരും. സോ കംപ്ലീറ്റ്ലി ട്രാൻസ്പാരൻ്റ് ആവുക. ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയുക. നമ്മളൊന്നും മറച്ചു വെക്കാനുള്ള, നമ്മൾ ചെറുതായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ധാരാളം പേര് ഇത് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി കാണാനായിട്ട് സാധിക്കും. നിങ്ങളിത് കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററിയും നിങ്ങളുടെ വാച്ച് ഹിസ്റ്ററിയൊക്കെ അനുസരിച്ചാണ് ഇപ്പോൾ ഫീഡ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സിനിമയും രാഷ്ട്രീയവും ഒക്കെയാണ് നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരു സൈഡിലൂടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണാം. ബിസിനസ് കണ്ടൻറ്റുകൾ നിങ്ങൾ കാണുന്ന നേരത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് വരും. അവർക്കെല്ലാം നല്ല രീതിയിൽ വ്യൂസും ഓർഡേഴ്സും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ക്രൗഡ് ഫണ്ടിങ് നടത്താം. ഇപ്പോൾ 1 മാസം എടുക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയാം പ്രീ ഓർഡർ തരാം, എല്ലാവരും പ്രീ ഓർഡർ തരാം. അപ്പോൾ നിങ്ങൾക്കൊരു 10, 100, 150 എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, അവർക്ക് ഷിപ്പ് ചെയ്ത് കൊടുക്കും. ഇനി നിങ്ങൾക്ക് അത്രയും എമൗണ്ട് വന്നില്ല എന്ന് വിചാരിക്കുക, നമുക്ക് ജസ്റ്റ് റീഫണ്ട് കൊടുത്താൽ മതി. നമുക്ക് പേയ്മെൻറ്റ് തന്ന പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് റീഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രോബ്ലം തീർന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ് ആണ് രണ്ടാമത്തെ ഓപ്ഷൻ. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കുക. എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവോ കഴിവോ പരിചയസമ്പത്തോ ഉണ്ടെങ്കിൽ അതിനൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റാം. കോഴ്സുകൾ, ക്ലാസ്സസ്. കാരണം നിങ്ങളിൽ നിന്ന് അതെല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തതാണ് സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ്. അത് ഫിസിക്കൽ പ്രൊഡക്റ്റുകളുടെ കേസിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറങ്ങി തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ പണം ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തവർ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടൈമും എഫേർട്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. റിസോഴ്സുകളെ നമ്മൾ ബിസിനസ്സിൽ 3ആയിട്ടാണ് പറയാറ്. ഒന്ന് ടൈം ഒരു റിസോഴ്സാണ്, നമ്മളുടെ എഫേർട്ട് അധ്വാനം ഒരു റിസോഴ്സാണ്, മണി വലിയൊരു റിസോഴ്സാണ്. ഈ 3 റിസോഴ്സിൽ മണിയാണ് അധിക സമയം നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ടൈമും എഫേർട്ടും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യുക. റിസൾട്ട് തീർച്ചയായിട്ടും വന്നിരിക്കും. ധാരാളം എവിഡൻസ് നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യുക. ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് പിക്ക് ചെയ്യുക. ഞാൻ പറയാം, നിങ്ങളുടെ ജോലി ക്വിറ്റ് ചെയ്യാതെ തന്നെ, ചില ആളുകളുണ്ട് ജോലി പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി തിരിച്ച് ചെയ്യണവരുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്. അതിൽ കുറേ പേരൊക്കെ സക്സസ്ഫുൾ ആവുന്നുണ്ട്. നിങ്ങൾക്ക് പേടിയാണ്, ജോലി ക്വിറ്റ് ചെയ്യാൻ പേടിയാണ്, എന്നാൽ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹവുമുണ്ട്. അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. റിസൾട്ട് വന്നു തുടങ്ങാൻ നേരത്തെ പതിയെ ജോലിയിൽ നിന്ന് പിന്മാറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവസരങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വരുന്നത്, ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാനുള്ള. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പരീക്ഷ നോക്കാം. ഒന്ന് നിങ്ങളുടെ ടാലൻറ്റിനെ ഡിജിറ്റൽ പ്രൊഡക്റ്റാക്കി മാറ്റുക. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ക്രൗഡ് ഫണ്ടിങ്. ആദ്യമേ നമ്മൾ പ്രീ ഓർഡറുകൾ സ്വീകരിക്കും. കാശ് വാങ്ങിച്ചിട്ട് ആ വന്ന കാശ് എടുത്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തും. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ ആ ഒരു ജേണി നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ മുമ്പിൽ എത്തിക്കുക. 0 ഫോളോവേഴ്സ് ഉള്ളെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വന്ന സാധനമാണ്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, അതൊക്കെ ഫോളോവേഴ്സ് ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ. ഫോളോവർ എങ്ങനെയാണ് വരിക? അപ്പോൾ 1 ലക്ഷം ഫോളോവർ ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തുടങ്ങിയാലുള്ള ഈ സാധനമൊക്കെ വരുള്ളൂ. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ വരുന്ന സംഗതിയാണ്, അല്ലാണ്ട് ഉണ്ടായതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.